വരുമെന്നുരച്ച പ്രാണനാഥൻ വേഗം വന്നിടുമേ. വേഗം വരുമെന്നുരച്ച പ്രാണനാഥൻ വേഗം വന്നിടുമേ. നൊടി നേരം തന്നെ ധ്വനിക്കും കാഹളം, അക്ഷരം നിദ്ര വിട്ടുടരും വിശുദ്ധൻ. നൊടി നേരം തന്നെ ധ്വനിക്കും കാഹളം, അക്ഷരം നിദ്ര വിട്ടുടരും വിശുദ്ധൻ. ഉന്നത ജീവനയാണ്ടു ഒരിടും വാനമേഘത്തിൽ, ഉന്നത ജീവനയാണ്ടു ഒരിടും വാനമേഘത്തിൽ. മഹത്വ രാജരാജ പ്രതിമയെ ധരിച്ചു അനന്ത കോടിയുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. മഹത്വ രാജരാജ പ്രതിമയെ ധരിച്ചു അനന്ത കോടിയുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. അന്ത്യനാൾ സമീപിക്കും, വിശ്വാസത്യാഗം സംഭവിക്കും. അന്ത്യനാൾ സമീപിക്കും, വിശ്വാസത്യാഗം സംഭവിക്കും. സ്നേഹം കുറഞ്ഞിടും, സേവ ചെയ്യുവാനവർ ശക്തരാകില്ലവർ ലജ്ജിതരായിടും. സ്നേഹം കുറഞ്ഞിടും, സേവ ചെയ്യുവാനവർ ശക്തരാകില്ലവർ ലജ്ജിതരായിടും. പാപത്തെ ഏറ്റുപറകാം സ്നേഹിത കർത്തൻ വന്നിടുമേ. പാപത്തെ ഏറ്റുപറകാം സ്നേഹിത കർത്തൻ വന്നിടുമേ. മഹത്വ രാജരാജ പ്രതിമയെ ധരിച്ചു അനന്ത കോടിയുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. താതൻ തുടയ്ക്കും നമ്മുടെ കണ്ണുകളിൽ നിന്നു കണ്ണുനീർ തുള്ളികളെ. താതൻ തുടയ്ക്കും നമ്മുടെ കണ്ണുകളിൽ നിന്നു കണ്ണുനീർ തുള്ളികളെ. സ്വർഗസിയോൻ മാളികമേടയിൽ ദീർഘയുഗം വസിച്ചാനന്ദം പാടുവാൻ. സ്വർഗസിയോൻ മാളികമേടയിൽ ദീർഘയുഗം വസിച്ചാനന്ദം പാടുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. മഹത്വ രാജരാജ പ്രതിമയെ ധരിച്ചു അനന്ത കോടിയുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. തങ്കത്തെരുവിധി കണ്ടാനന്ദിപ്പാൻ കൊതിക്കുന്നെന്നുള്ളം. തങ്കത്തെരുവിധി കണ്ടാനന്ദിപ്പാൻ കൊതിക്കുന്നെന്നുള്ളം. 3 ഗോപുരം ദിക്കുനാലിങ്കലും മധ്യത്തിൽ മന്ദിരം സർവരത്നങ്ങളാൽ. 3 ഗോപുരം ദിക്കുനാലിങ്കലും മധ്യത്തിൽ മന്ദിരം സർവരത്നങ്ങളാൽ. ദീർഘയുഗായുഗങ്ങളാൽ വാണിടാം പ്രിയനുമായതിൽ. ദീർഘയുഗായുഗങ്ങളാൽ വാണിടാം പ്രിയനുമായതിൽ. മഹത്വ രാജരാജ പ്രതിമയെ ധരിച്ചു ആനന്ദ കോടിയുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. മഹത്വ രാജരാജ പ്രതിമയെ ധരിച്ചു ആനന്ദ കോടിയുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. 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 ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് ആദ്യം വായിച്ച് കേൾക്കാം. യിരെമ്യാവ് 2:13.
എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ചു. അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. വെള്ളമില്ലാത്ത കിണറുകളെ കുഴിച്ചിരിക്കുന്നു, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. 2 ദോഷം മനുഷ്യൻ ചെയ്തിരിക്കുന്നു, ദൈവജനം ചെയ്തിരിക്കുന്നു എന്നാണ് നിത്യനായ ദൈവം ഇവിടെ അരുളി ചെയ്യുന്നത്. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. ഒന്ന്, അവർ ജീവൻ്റെ ഉറവയായി നിത്യനായ ദൈവത്തെ അവർ ഉപേക്ഷിച്ചു, ദൈവത്തെ തള്ളിക്കളഞ്ഞു. ദൈവത്തിൻ്റെ വചനം കിട്ടിയതാണ്, ദൈവത്തിൻ്റെ വചനം അനുഭവിച്ചതാണ്, ദൈവവചനത്തിലൂടെ നടന്നതാണ്, ജീവിതത്തിൽ ചില പ്രതിഷ്ഠകൾ വന്നതാണ്, ജീവിതത്തിൽ ചില സമർപ്പണങ്ങൾ എടുത്തതാണ്, ജീവിതത്തിൽ പല പല തീരുമാനങ്ങളിലേക്ക് നീങ്ങിയതാണ്, ഒരു നല്ല ആത്മീയ ജീവിതം തുടങ്ങി എന്ന് പറയാവുന്ന അനുഗ്രഹീതമായ ധന്യമായൊരു അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നതാണ്. എന്നാൽ അവർ ജീവൻ്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ചു, ജീവൻ്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ചു, യഹോവയെ ഉപേക്ഷിച്ചു, ജീവൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു എന്നാണ് ദൈവം പറയുന്നത്. അവർ പൊട്ടക്കിണറുകളെ കുഴിക്കുകയാണ്. അവർ എത്ര കുഴിച്ചാലും ഉറവയിൽ എത്തുകയില്ല, പൊട്ടക്കിണറാണ്. അത് പ്രയോജനരഹിതമായ യത്നമാണ്, പ്രയോജനരഹിതമായ അധ്വാനമാണ്, പ്രയോജനമില്ലതിൽ. ആ അധ്വാനമെല്ലാം വൃഥാവിലാണ്. അവർ പൊട്ടക്കിണറുകളെ, വെള്ളമില്ലാത്ത കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അധ്വാനമുണ്ട്, പക്ഷേ വെള്ളം ലഭിക്കുന്നില്ല. കിണർ കുഴിക്കുന്നുണ്ട്, അധ്വാനങ്ങൾ ചെയ്യുന്നുണ്ട്, കഷ്ടപ്പാടുകൾ നിവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഫലം കിട്ടുന്നില്ല. അവർ പൊട്ടക്കിണറുകളെ കുഴിച്ചിരിക്കുകയാണ്. നാമും പലരും ആത്മീയ ജീവിതം തുടങ്ങിയവരാണ്. ആത്മീയ ജീവിതം തുടങ്ങിയതിന് ശേഷം വീണ്ടും നാം വിലയില്ലാത്ത കാര്യങ്ങളിലേക്ക് പിന്നെയും തിരികെ പോയിട്ടുണ്ടോ? വിലകെട്ട കാര്യങ്ങളിലേക്ക് നാം മടങ്ങിപ്പോയിട്ടുണ്ടോ? നാം നമ്മുടെ ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പോയിട്ടുണ്ടോ? പിന്മാറിപ്പോയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർ അധ്വാനിക്കുന്നു, പക്ഷേ അവരുടെ അധ്വാന ഫലം അവർക്ക് തിന്നാൻ കിട്ടുന്നില്ല. 128 സങ്കീർത്തനത്തിലാണ് പറയുന്നത്, അവരുടെ അധ്വാന ഫലം അവർ തിന്നും, അവരുടെ അധ്വാന ഫലം അവർ തിന്നും. അധ്വാനിക്കുന്നു, ഫലം തിന്നാൻ കിട്ടും. അവരുടെ കൈ ചോർന്നു പോകുന്നില്ല. കയ്യിൽ കിട്ടുന്നുണ്ട്, പക്ഷെ അനേകരുടെ കയ്യിൽ നിന്ന് ചോർന്നു പോവുകയാണ്. അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്, സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നുണ്ട്, കൃപകൾ ലഭിക്കുന്നുണ്ട്, ദൈവിക വരപ്രസാദം ലഭിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി പ്രാപിക്കാൻ ഭാഗ്യം ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് കയ്യിൽ തങ്ങുന്നില്ല, കൈ ചോർന്നു പോകുന്നു. ധാരാളം അധ്വാനിക്കുന്നു, നല്ലതുപോലെ കഷ്ടപ്പെടുന്നു, കഷ്ടപ്പെട്ട് പലതും നേടുന്നു, പക്ഷേ ഒന്നും കയ്യിൽ തങ്ങുന്നില്ല. 128 സങ്കീർത്തനം 1-ാം വാക്യം വായിക്കൂ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും, നിനക്ക് നന്മ വരും. ഇന്ന് അനേകര് നന്മ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ നന്മ വരുന്നില്ല. ഒരു അനുഗ്രഹം പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ അനുഗ്രഹം കിട്ടുന്നില്ല. ഒരു ജയജീവിതം പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ ജയജീവിതം കിട്ടുന്നില്ല. നിനക്ക് നന്മ വരുമെന്നാണ് കർത്താവ് പറയുന്നത്. നീ അധ്വാനിക്കുന്നതിൻ്റെ ഫലം നിനക്ക് ലഭിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. നീ ഭാഗ്യവാനായി തീരുമെന്നാണ് കർത്താവ് പറയുന്നത്. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. എന്നാൽ ദൈവജനത്തെക്കുറിച്ച് നിത്യനായ ദൈവം, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. എന്താണ് കർത്താവ് പറയുന്നത്? അവർ ജീവൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു, എന്നെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകളെ കുഴിച്ചിരിക്കുന്നു. അവർ ഉറവയില്ലാത്ത കിണറുകളെ കുഴിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആദ്യകാലം സംഭവിച്ച കനത്ത പരാജയം അതായിരുന്നു. വലിയൊരു അനുഗ്രഹം കിട്ടിയ ഒരു പൂർവ്വപിതാവാണ് അബ്രഹാം. അബ്രഹാം ദൈവത്തിൻ്റെ വചനം ലഭിച്ചവനാണ്, ദൈവവചനം വിശ്വസിക്കാൻ കൃപ ലഭിച്ചവനാണ്, വചനം അനുസരിച്ചവനാണ്, വചനമനുസരിച്ച് പുറപ്പെട്ടവനാണ്. നാം വായിക്കുന്നത് അങ്ങനെയാണ്. അവന് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് അവൻ പോവുകയാണ്. ദൈവം അരുളി ചെയ്ത വചനം വിശ്വസിച്ചവൻ പുറപ്പെടുകയാണ്, ദൈവത്തിൻ്റെ വചനപ്രകാരം നീങ്ങുകയാണ്. പക്ഷേ അബ്രഹാം ഇടയ്ക്ക് വഴിതെറ്റിപ്പോയി. അതാണ് നാം ചിന്തിച്ചു വരുന്ന വിഷയം. അബ്രഹാമിന് കനത്ത നഷ്ടങ്ങളുണ്ടായി. 9-10 നഷ്ടങ്ങൾ, 7 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 10 നഷ്ടങ്ങളെന്ന് വേണമെങ്കിൽ
ഒന്നൊന്നായി എടുത്തു പറയാവുന്നതാണ് അബ്രഹാമിന് വന്ന നഷ്ടങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചു, അബ്രഹാമിന് വന്നതായ വലിയൊരു നഷ്ടം അബ്രഹാമിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. വിശ്വാസം നഷ്ടപ്പെട്ടു, നഷ്ടമാണ്. വിശ്വാസം ലഭിച്ചവനായിരുന്നു, വചനം ലഭിച്ചവനായിരുന്നു, വചനപ്രകാരം ജീവിക്കാൻ പുറപ്പെട്ടവനായിരുന്നു, വചനപ്രകാരം ജീവിതം തുടങ്ങിയവനായിരുന്നു. പക്ഷേ വചനത്തിലുള്ളതായ വിശ്വാസം നഷ്ടപ്പെട്ടു. ക്ഷാമം വന്നു. ദേശത്തെ ക്ഷാമം വന്നപ്പോൾ അബ്രഹാം മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി, ഈജിപ്തിലേക്ക് ഇറങ്ങിപ്പോയി. അവിടെ ക്ഷാമമില്ല. നൈൽ നദീതീരത്തെ പുഷ്ടിയുള്ള എക്കൽ മണ്ണുള്ള ആ പ്രതലത്തിലെ കൃഷിയുടെ ഭോജ്യങ്ങൾ അനുഭവിക്കാനായി അബ്രഹാം സുഖലോലുപതയിലേക്ക് ഇറങ്ങിപ്പോയി, സന്തോഷങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. അബ്രഹാമിന് വേണമെങ്കിൽ ന്യായം പറയാം, ഇവിടെ ക്ഷാമമായതുകൊണ്ടല്ലേ ഞാൻ പോയത്, ഇവിടെ കഷ്ടപ്പാടായതുകൊണ്ടല്ലേ പോയത്. ന്യായങ്ങൾ പറയാൻ കാണും. നമുക്കുമുണ്ട് ന്യായങ്ങൾ. ഞാൻ എന്തുകൊണ്ടാണ് പിന്മാറിപ്പോയത്, നമുക്ക് ന്യായങ്ങൾ വേണമെങ്കിൽ പറയാം. നമുക്കും പല കാര്യങ്ങളും നമുക്ക് പറയാൻ കിട്ടും, ശരിയാണ്. പക്ഷേ ജീവനുള്ള ദൈവത്തിന് മുമ്പിൽ ന്യായങ്ങൾ വിലപ്പോവുകയില്ല. നഷ്ടം സംഭവിച്ചു, വിശ്വാസം നഷ്ടപ്പെട്ടു. രണ്ടാമത് അബ്രഹാം നഷ്ടപ്പെട്ടത് നാം അന്ന് ചിന്തിച്ചു, ഓർക്കുന്നു. രണ്ടാമത് നഷ്ടപ്പെട്ടത് വിശുദ്ധി നഷ്ടപ്പെട്ടു. അബ്രഹാം മിസ്രയീമിലെ രാജാവിനോട് അബ്രഹാം നുണ പറഞ്ഞു. ഇത് എൻ്റെ ഭാര്യ എന്ന് തുറന്ന് പറയേണ്ടതിന് പകരം ഒരു പകുതി സത്യം പറഞ്ഞു. പകുതി നുണയും പകുതി സത്യവും. ഇവൾ എൻ്റെ പെങ്ങൾ, ഇവൾ എൻ്റെ സഹോദരി എന്ന് പറഞ്ഞു. ശരിയാണ്, കൂട്ടത്തിലൊരു പെങ്ങൾ തന്നെയാണ്, ശരിക്കും പറഞ്ഞാൽ പെങ്ങൾ തന്നെയാണ്. പക്ഷേ അപ്പൻ ഒന്ന് അമ്മ രണ്ട്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം ഈ സാറയെ വിവാഹം കഴിച്ചത് അക്കാലത്തെ രീതി അനുസരിച്ച് അങ്ങനെ ബന്ധത്തിൽ നിന്ന് തന്നെ ആയിരുന്നു. അബ്രഹാം ഇവിടെ ഫറവോ രാജാവിൻ്റെ അപകടത്തിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് അബ്രഹാം ഈ തന്ത്രം പ്രയോഗിച്ചത്. ഒരു തന്ത്രമാണ്, കൗശലമാണ് പ്രയോഗിച്ചത്. അബ്രഹാം വിശ്വാസം നഷ്ടപ്പെട്ടു, വിശുദ്ധി നഷ്ടപ്പെട്ടു. പിന്നീട് നാം ചിന്തിച്ചത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മൂന്നാമത്തെ കാര്യം, അബ്രഹാമിൻ്റെ സത്യസാക്ഷ്യം നഷ്ടപ്പെട്ടു. സാക്ഷ്യം നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധനും വിശ്വസ്തനുമായി നിൽക്കുന്ന ദൈവപുരുഷന് സമൂഹത്തിൻ്റെ മുമ്പിലുണ്ടായൊരു സാക്ഷ്യം നഷ്ടപ്പെട്ടു. ഈ രാജാവ് അബ്രഹാമിനോട് ചോദിച്ചു, നീ എന്നോട് ചെയ്തത് എന്ത് എന്ന്. നാം അങ്ങനെയാണ് വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 18-ാം വാക്യം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഫറവോൻ അബ്രഹാമിനെ വിളിച്ചു, നീ എന്നോട് ചെയ്തതെന്ത്? ഇവൾ നിൻ്റെ ഭാര്യ എന്ന് എന്നെ അറിയിക്കാഞ്ഞതെന്ത്? അവളെൻ്റെ സഹോദരി എന്ന് എന്തിന് പറഞ്ഞു? ഞാൻ അവളെ ഭാര്യയായിട്ട് എടുപ്പാൻ സംഗതി വന്നുപോയല്ലോ. പ്രിയപ്പെട്ടവരെ, നീ എന്തിനെന്നോട് ഇങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. എന്താണ് നിനക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? എന്തിനെ നീ എന്നോട് ഇങ്ങനെ ചെയ്തു? ഓർക്കുക, അബ്രഹാമിന് അവൻ്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയി. ജാതികളുടെ ഇടയിൽ സാക്ഷ്യം നഷ്ടപ്പെട്ടവനായി അബ്രഹാം തീർന്നുപോയി. പുറജാതി രാജാവിൻ്റെ മുമ്പിൽ, പുറജാതി ജനങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം നഷ്ടപ്പെട്ടവനായി തീർന്നുപോയി. നമുക്ക് തിരിഞ്ഞു നോക്കാം, എൻ്റെ സാക്ഷ്യം നിലനിർത്താൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യ ജീവിതം നയിക്കാൻ പറ്റുന്നുണ്ടോ? സാക്ഷ്യം പറയാൻ ഒരുപക്ഷെ എളുപ്പമായിരിക്കും. നിങ്ങൾ പലരും സാക്ഷ്യം പറയുന്നവരാണ്, അല്ലേ? ആണ്, നിങ്ങൾ പലരും സാക്ഷ്യം പറയുന്നു. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യമുള്ള അനുഭവമുണ്ടോ? നിങ്ങളുടെ പെരുമാറ്റങ്ങളിൽ, നിങ്ങളുടെ ഇടപാടുകളിൽ, നിങ്ങളുടെ പണസംബന്ധമായ കാര്യങ്ങളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഓരോരോ മേഖലകളിലും മണ്ഡലങ്ങളിലും നിങ്ങൾക്ക് ആ സാക്ഷ്യം നിലനിർത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് പലരുടെയും അനുഭവം. സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയി. ഒരു സമയത്ത് സാക്ഷ്യമുള്ളൊരു ദൈവമായിരുന്നു അബ്രഹാം. എന്തൊരു കരുത്തുള്ള ജീവിതമായിരുന്നു, എന്തൊരു സാക്ഷ്യമുള്ള ജീവിതമായിരുന്നു, എന്തൊരു വിലപ്പെട്ട ജീവിതമായിരുന്നു. സ്നേഹിതരെ, ഇന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ ചിന്തിക്കണം, എൻ്റെ നഷ്ടങ്ങൾ എന്തെല്ലാമാണ്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങൾ എന്തെല്ലാമാണ്. നാലാമത്തെ നഷ്ടം, അബ്രഹാമിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. എന്താണ് സമാധാനം നഷ്ടപ്പെടുന്നത്? ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണാം. അബ്രഹാമിന് മിസ്രൈമിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് കുടുംബ സമാധാനം നഷ്ടപ്പെട്ടു. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരുന്നു അബ്രഹാമിൻ്റെ കുടുംബം. അബ്രഹാമും ഭാര്യ സാറായിയും എന്തൊരു സ്നേഹമായിരുന്നു, എന്തൊരു ഐക്യമായിരുന്നു. ആ കുടുംബം എന്തൊരു ശാന്തതയുള്ള കുടുംബമായിരുന്നു, എന്തൊരു സമാധാനമുള്ള കുടുംബമായിരുന്നു. നല്ല ഐശ്വര്യമുള്ളൊരു കുടുംബം. നമ്മുടെ പലരുടെയും വിഭാവനം അല്ലെങ്കിൽ സ്വപ്നം ഒരു സമാധാനമുള്ള കുടുംബം എന്നുള്ളതാണ്. ഒരു സ്വർഗീയ കുടുംബം, ഭൂമിയിൽ സ്വർഗം രചിക്കുന്ന അനുഗ്രഹീതമായൊരു കുടുംബം. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു മനസ്സായി കഴിയുക, ഒരു ഹൃദയമായി കഴിയുക, ഏക അഭിപ്രായമായി കഴിയുക, ഹൃദയത്തിൽ യാതൊരു കീറുപ്പുമില്ലാതെ
യാതൊരു അലസണ്ടയും ഇല്ലാതെ, ഉള്ളിൽ അല്പം പോലും ഇണക്കക്കുറവില്ലാതെ ഐക്യത്തിൽ തികഞ്ഞവരായി ജീവിക്കുക. എന്തൊരു സൗഭാഗ്യമാണത്! വാസ്തവത്തിൽ ഒരു മനുഷ്യൻ നേടേണ്ടിയത്, ഈ ഭൂമിയിൽ നേടേണ്ടിയതായ ഏറ്റവും വലിയ അനുഗ്രഹം അതല്ലേ? ഒരു സമാധാനമുള്ള കുടുംബജീവിതം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ദയവായി ചിന്തിക്കണം, എൻ്റെ കുടുംബത്തിൽ ഒരു സത്യസമാധാനമുണ്ടോ? പൂർണ്ണമായൊരു ഐക്യമുണ്ടോ? ഞാൻ പറയാറുള്ള വാക്ക് നിങ്ങൾക്ക് ഓർമ്മ കാണും, ഹാർമണി ഉണ്ടോ? കുടുംബത്തിലൊരു ഹാർമണി ഉണ്ടോ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതായൊരു ഹാർമണി, ആ സ്നേഹത്തിൻ്റെ സമഞ്ജസമായ അനുഭവം, അത് നമുക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ടോ? എൻ്റെ കുടുംബം എങ്ങനെയാണ്? അവിടെ ഐക്യമുണ്ടോ? അവിടെ ഒരു മനസ്സുണ്ടോ? നിങ്ങൾക്ക് തമ്മിൽ വിരോധമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. വിരോധമുണ്ടെന്നോ വൈരാഗ്യമുണ്ടെന്നോ തർക്കമുണ്ടെന്നോ ഒന്നുമല്ല. എല്ലാം ഭർത്താവ് ചെയ്യുന്നത് പക്ഷേ ഭാര്യ വളരെ വിനയത്തോടെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം സഹിക്കുന്നുണ്ടാകും. പക്ഷേ ഉള്ളിൽ നെടുവീർപ്പാണ്, ഉള്ളിൽ വലിയ തകർച്ചയാണ്. ഭർത്താവിൻ്റെ സ്വഭാവങ്ങൾ, ഭർത്താവിൻ്റെ ചില പെരുമാറ്റങ്ങൾ വിതുമ്പലോടെ ആ പാവം സ്ത്രീ സഹിക്കുകയായിരിക്കും. അവിടെ ഹാർമണിയില്ല. അതല്ലെങ്കിൽ ഭാര്യയുടെ ചില പ്രകൃതങ്ങൾ, ചില സ്വഭാവങ്ങൾ, ചില പെരുമാറ്റങ്ങൾ, അവളുടെ സ്വഭാവത്തിൻ്റെ ചില വശങ്ങളിലുള്ളതായ, അവിടെ ഒളിഞ്ഞു കിടക്കുന്നതായ ചില പ്രത്യേകതകൾ, പാവം ആ ഭർത്താവ് ഉള്ളു നൊന്ത് വിങ്ങി പുറത്തു പക്ഷേ അറിയിക്കുന്നില്ല. ആരെയും അറിയിക്കാതെ ശ്രദ്ധിക്കുമായിരിക്കും. ഒരു സംസ്കാരമുണ്ടെങ്കിൽ വേറെ ആരും അറിയണ്ട എന്ന് വിചാരിക്കുമല്ലോ. ഒരു മാനുഷികമായ സാമാന്യ സംസ്കാരമുണ്ടെങ്കിൽ വേറെ ആരും അറിയണ്ട എന്ന് വിചാരിക്കുമല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതത്തിൽ ആ നിറഞ്ഞ സ്നേഹവും നിറഞ്ഞ സന്തോഷവും നിറഞ്ഞ സമാധാനവും ഉണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ. ഇല്ലെങ്കിൽ അത് നിങ്ങൾ പ്രാപിക്കണമെന്ന് ഞാൻ പറയും. അതില്ലെങ്കിൽ, ഇതുവരെ ഉണ്ടായില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സത്യസമാധാനം നിങ്ങൾ അനുഭവിക്കണം. നിർമ്മലമായ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം, പരസ്പരമുള്ളതായ ഒരു മനസ്സ്, ഏക ഹൃദയം, ഏക അഭിപ്രായം, ഏക ലക്ഷ്യം, ഇത് നിങ്ങൾ പ്രാപിച്ചാൽ നിങ്ങൾ ഭാഗ്യശാലികളാണ്. കുടുംബജീവിതത്തിലെ ഐക്യം, കുടുംബജീവിതത്തിലെ സ്വർഗീയ ശാന്തി, കുടുംബജീവിതത്തിലെ സ്വർഗീയ സമാധാനം, അത് നിങ്ങൾ തീർച്ചയായും പ്രാപിച്ചിരിക്കണം. അബ്രഹാമിന് നഷ്ടപ്പെട്ടത് എന്താണ്? അബ്രഹാമിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. എങ്ങനെ? മിസ്രയീമിൽ നിന്ന് അബ്രഹാം തിരികെ പോന്നപ്പോൾ മിസ്രയീമ്യ ദാസിയായ ഹാഗാറിനെ കൊണ്ടുവന്നു. ഈ ഹാഗാർ മൂലം കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. ആ കുടുംബത്തിലേക്ക് ഹാഗാറിനെ കൊണ്ടുവരുന്നത് വേലക്കാരിയായിട്ടാണ്. ഒരുപക്ഷെ സാറായുടെ താല്പര്യപ്രകാരമായിരിക്കാം. അവിടെ ഇവിടെ നിന്ന് ഒരു വേലക്കാരിയെ കിട്ടി, കൊണ്ടുപോകരുതോ എന്ന് പറഞ്ഞതായിരിക്കാം. കുഴപ്പമില്ല, അബ്രഹാമിനും തോന്നി. അപ്പോൾ മറ്റൊരു വേണ്ടാത്തൊരു കാര്യം ചിന്തിക്കുന്നില്ല. പക്ഷേ പിന്നീട് വന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടതായിട്ടാണ് 16-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. നമുക്കൊന്ന് വായിക്കാം. 16-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. മിസ്രൈമ്യ ദാസി, മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദാസി, ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. വേലക്കാരിയാണവൾ, ദാസിയാണവൾ. സാറായി അബ്രാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു. അബ്രാം സാറായുടെ വാക്ക് അനുസരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ചിന്തിക്കാവുന്നൊരു വാക്കല്ല, നമുക്കാർക്ക് ഊഹിക്കാവുന്ന ഒരു സംസാരമല്ല. പക്ഷേ അവിടെ അത് സംഭവിച്ചു. സാറ പറഞ്ഞു, ദൈവം വരെ നമ്മുടെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലേ? കർത്താവ് പണ്ട് പറഞ്ഞത് അങ്ങേക്ക് ഓർമ്മയില്ലേ? എന്താ പറഞ്ഞത്? അല്ല, കടൽക്കരയിലെ മണൽ പോലെ സന്തതി ഉണ്ടാകുമെന്ന്, ആകാശത്തിൽ നക്ഷത്രം പോലെ നിനക്ക് സന്തതി ഉണ്ടാകുമെന്ന്, ഈ ദേശം നിൻ്റെ സന്തതി പരമ്പരകൾ കൈവശമാക്കുമെന്ന്, ഇതെല്ലാം ഉടയമ്പരാൻ പറഞ്ഞതല്ലേ? ദൈവം പറഞ്ഞാൽ വാക്ക് മാറുമോ? പക്ഷേ ദൈവം പറഞ്ഞായിരുന്നോ അത് ഈ ഞാൻ തന്നെ പ്രസവിച്ചാണെന്ന് പറഞ്ഞായിരുന്നോ? അബ്രഹാമിൻ്റെ മനസ്സിലേക്ക് ഒരു അരുതാത്ത ചിന്തയുടെ ഒരു ചെറിയ വിത്തി എന്ന് വീണു. അരുതാത്ത ചിന്തയുടെ ഒരു ചെറിയ ബീജം. ചിന്തയിലാണ്. ഈ സ്ത്രീ കൊടുത്ത ഒരു ആലോചനയാണ്, ഭാര്യ കൊടുത്ത ആലോചനയാണ്. ഒന്ന് സാറ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നെങ്കിൽ, അല്ല, സാറ അങ്ങനെ പറഞ്ഞു. അബ്രഹാം ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, എൻ്റെ കർത്താവേ, എൻ്റെ ഭാര്യ എങ്ങനൊരു അഭിപ്രായം പറയുന്നു, എന്താണ് ഞാനതിൽ എടുക്കേണ്ട നിലപാട്? നീ എനിക്കൊന്ന് കാണിച്ചു തരണം. നീ എന്നോട് നേരിട്ട് സംസാരിച്ച ഒരു മഹാഭാഗ്യവാനല്ലേ ഞാൻ. എൻ്റെ അവിടെ വിഗ്രഹാരാധിയായി അങ്ങ് മെസൊപ്പൊട്ടോമിയയിൽ ഞാൻ താമസിച്ചപ്പോൾ നീ എന്നോട് നേരിട്ടൊരിക്കൽ സംസാരിച്ചതല്ലേ? എന്നോട് നേരിട്ട് നീ നിൻ്റെ ആലോചനകൾ പറഞ്ഞു തന്നതല്ലേ? എന്നെ നീ വചനം തന്ന് നടത്തിയതല്ലേ? കർത്താവെ, ഇപ്പോൾ കർത്താവെ കരുണ തോന്നി
എനിക്ക് നീ ഒരു നല്ല ആലോചന തരണം. എൻ്റെ ഭാര്യ ഈ പറയുന്ന ഈ ആലോചന പ്രകാരം ഞാൻ ഈ ഹാഗാറിനെ, വേലക്കാരിയെ, ഭാര്യയെപ്പോലെ കരുതി അവളിൽ മക്കൾ ഉണ്ടാകണമെന്നായിരിക്കുമോ കർത്താവേ നീ ആഗ്രഹിച്ചത്? നിൻ്റെ വചനം എന്താണ്? നിൻ്റെ വചനത്തിൻ്റെ അർത്ഥം എന്താണ്? എന്നോട് സംസാരിച്ച വചനത്തിൻ്റെ പ്രസക്തി എന്താണ്? എനിക്കൊന്ന് പറഞ്ഞു തരുമോ കർത്താവേ? ചോദിക്കാമായിരുന്നല്ലോ. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കുടുംബസമാധാനം നഷ്ടപ്പെടുന്നതിന് അത് കാരണമായി തീർന്നുവെന്ന് 16-ാം അധ്യായം വായിക്കുമ്പോൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലേക്ക് ഞാൻ പിന്നാലെ വന്നുകൊള്ളാം. ജീവിതത്തിൽ അനേകം ദുരാലോചനകൾ വന്നു എന്ന് വരും. കുടുംബത്തിലുള്ളവരിൽ നിന്ന് തന്നെ വന്നു എന്ന് വരും. സ്വന്തം ഭർത്താവിൽ നിന്ന് വന്നു എന്ന് വരും. സ്വന്തം ഭാര്യയിൽ നിന്ന് വന്നു എന്ന് വരും. സ്വന്തം മക്കളിൽ നിന്ന് വന്നു എന്ന് വരും. ഒരുപക്ഷെ സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് വന്നു എന്ന് വരും. കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് വന്നു എന്ന് വരും. ഞാൻ നിങ്ങൾ പറയട്ടെ, കൂടെ ജോലി ചെയ്യുന്നവർ നമ്മുടെ കൂട്ടുകെട്ട് നാം പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. കൂട്ടുകെട്ട് നാം പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. പലപ്പോഴും നമ്മെ അപകടത്തിലാക്കുന്നത് നമ്മുടെ കൂട്ടുകാരാണ്. കുഴപ്പമില്ലാത്ത ഫ്രണ്ട്ഷിപ്പാണെന്ന് നാം കരുതും. കുഴപ്പമില്ല, ഫ്രണ്ട്ഷിപ്പ് കുഴപ്പമില്ലെന്ന് കരുതും. ഞാൻ പറയട്ടെ, അനേകർ തകർന്നു പോയത് ഈ കൂട്ടുകെട്ടിൽ കൂടെയാണ്. അനേകം യുവാക്കന്മാർ തകർന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ കൂട്ടുകെട്ടിൽ കൂടെയാണ്. നമ്മുടെ ഹൈസ്കൂളിലും കോളേജിലും പഠിക്കുന്ന അനേകം കുട്ടികൾ അവരുടെ ജീവിതം ശൂന്യമായിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കൂട്ടുകെട്ടിൽ കൂടെയാണ്. നമ്മുടെ ഈ കേരളത്തിൽ, നാട്ടിൽ വീട്ടിൽ ജീവിച്ച് കേരളത്തിൽ പഠിച്ച് എന്നാൽ ഹയർ സ്റ്റഡീസിന് ഉന്നത പഠനത്തിന് വേണ്ടി കേരളത്തിന് വെളിയിലേക്ക് പോകുന്ന അനേകം കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ ചെന്ന് കൂട്ടുകൂടുമ്പോൾ വന്നു കൂടുന്നതായ അപകടങ്ങൾ, അനർത്ഥങ്ങൾ അത് ചില്ലറയല്ല, നിസ്സാരമല്ല. കൂട്ടുകെട്ടിലേക്ക് വരുമ്പോൾ എത്ര ഹീനമായ ബന്ധാവിലൂടെ ചരിക്കാനും അവർക്ക് മടിയില്ല. എത്ര മ്ലേച്ഛമായ വഴികളിലൂടെ പോകാനും അവർ ധൈര്യപ്പെടുകയാണ്. കൂട്ടുകെട്ടിൽ കൂടി കിട്ടുന്നതായ ആ ഒരു ജഡീക ധൈര്യം അത് അവരെ തിന്മയിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കൂ, അനേകം ആളുകൾ അപകടത്തിൽ പോകുന്ന കൂട്ടുകെട്ടിൽ കൂടെയാണ്. ചില ചീത്ത സ്വഭാവങ്ങൾ ഉപേക്ഷിച്ചവർ, അല്ല മദ്യപാനം തന്നെ, മദ്യപാനം ഉപേക്ഷിച്ചവർ മദ്യപാനം വേണ്ട എന്ന് വെച്ചു, അല്ലെങ്കിൽ കഞ്ചാവ് വേണ്ട എന്ന് വെച്ചു, അങ്ങനെയുള്ള ദുശ്ശീലങ്ങൾ വേണ്ട എന്ന് വെച്ചു, അല്ലെങ്കിൽ മയക്കുമരുന്ന് കുത്തിവെക്കുന്നത് വേണ്ട എന്ന് വെച്ചു, അല്ലെങ്കിൽ പാൻ പരാഗ് ഉപയോഗിക്കേണ്ട എന്ന് വെച്ചു, അതിൽ ഹാൻഡ്സ് ഉപയോഗിക്കേണ്ട എന്ന് വെച്ചു. നല്ലത്, ആ തീരുമാനം നന്നായി, നല്ല തീരുമാനമാണ്. പക്ഷേ ചിലർ വളരെ യാദൃച്ഛികമായി, വളരെ അവിചാരിതമായി നമ്മെ സ്വാധീനിക്കുകയും കൂട്ടുകാർ നമ്മെ തിന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഒരു ഫോർ കമ്പനി സേക്ക്, നമുക്കൊരു ഒന്ന് കൂടുന്നതിന്, ജസ്റ്റ് എ മീറ്റ് ടുഗദർ, ജസ്റ്റ് എ കമ്പനി സേക്ക്, വെറുതെ ഒരുമിച്ചൊന്ന് കൂടാം, ഇന്ന് ഒരുമിച്ചൊന്ന് സന്തോഷിക്കാം, വല്ലപ്പോഴെങ്കിലും ഒരു സന്തോഷം വേണ്ടേ എന്നെല്ലാം പറഞ്ഞ് നിർബന്ധിച്ച് തെറ്റിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നു. എനിക്കറിയാം ഒരു ചെറുപ്പക്കാരൻ കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങിയ കാര്യം. എറണാകുളം മഹാരാജാസ് കോളേജിൽ ആ യുവാവ് പഠിച്ചുകൊണ്ടിരുന്നതായ കാലത്ത് അവൻ നല്ല ഒന്നന്തരമായി പഠിക്കുന്നവനായിരുന്നു, നല്ല ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ ചെറുപ്പക്കാരൻ അവൻ്റെ കൂട്ടുകാർ നിർബന്ധിച്ചു, ഒരിക്കൽ മതി, ഒരു പ്രാവശ്യം മതി, നീ ഒന്ന് ഉപയോഗിച്ച് നോക്ക്. കഞ്ചാവിലേക്ക് അവനെ ആകർഷിച്ചു. അവനപ്പോൾ വളരെ മടി പറഞ്ഞു നോക്കി, ഒരു വിധത്തിൽ അവൻ പിടിച്ച് നിൽക്കാൻ നോക്കി. പക്ഷേ അവർ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് പോലെ അവനെ കൊണ്ടുപോയി. അവനെ ഒരു ദിവസം ഒന്ന് അതിൻ്റെ അനുഭവത്തിലേക്ക് അവനെ നയിച്ചു, ഒറ്റ ദിവസം. അടുത്ത ദിവസം അവന് ഒരു രസം, അവൻ പോയില്ല. പക്ഷേ അവരിന്ന് വിളിക്കാൻ കാത്തിരുന്നു. പിറ്റേ ദിവസം അവർ വിളിച്ചു. അവൻ്റെ കയ്യിൽ നിന്ന് പൈസ ഒന്നും ആകുന്നില്ല. പിറ്റേ ദിവസവും വിളിച്ചു. നടന്ന കാര്യമാണ് ഈ പറയുന്നത്. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസവും വിളിച്ചു. അവൻ പോയി. തലേ ദിവസത്തെ പോലെ നിർബന്ധമായി തടുത്തു നിന്നില്ല, നിർബന്ധമായി പിന്മാറി നിന്നില്ല. അവൻ പോയി. മൂന്നാം ദിവസം അവൻ അവരുടെ അടുക്കലേക്ക് ചെന്നു. ഒരുമിച്ച് പോയി. പിന്നെ ഓരോ ദിവസവും അവരൊരുമിച്ച് പോകും. കഞ്ചാവ് ഉപയോഗിക്കുകയും ക്ലാസ്സിൽ കയറിയിരിക്കുകയും ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലിരുന്നാൽ അവനൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല. അവന് സാറ് പറയുന്നതൊക്കെ കേൾക്കാം, പക്ഷേ തലയിലേക്കൊന്നും കയറുന്നില്ല, ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കേൾക്കണമോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ഭയത്തോടെ കേൾക്കണമേ. ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം താറുമാറായിപ്പോയി. അവൻ്റെ പഠിത്തം മുടങ്ങിപ്പോയി. അവനൊരിക്കൽ എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞത്, സാറേ എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, ക്ലാസ്സിൽ പോകണമെന്ന് തോന്നുന്നില്ല. അവന് ജീവിതം അങ്ങ് വിരസമായിപ്പോയി. അവൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന നിർത്തി. പക്ഷേ അതിൻ്റെ പരിണിതഫലങ്ങൾ അവനെ പിന്തുടർന്നുകൊണ്ടിരുന്നു, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അവനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. സംഭവിച്ചത് എന്തെന്നോ, ആ കൊച്ചൻ അവൻ്റെ ജീവിതം നശിച്ചു. ഞാൻ ഒടുക്കം അവനെ കാണുന്നത് എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ വെച്ചാണ്.
എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ ഞാൻ കാണുമ്പോൾ അവൻ്റെ കരളെല്ലാം ലിവറെല്ലാം തകർന്ന് നശിച്ചു. അവൻ വളരെ ഭയാനകമായ രീതിയിൽ രോഗഗ്രസ്തനായി തീർന്നു. പല ഹോസ്പിറ്റലിൽ ചികിത്സിച്ചാണ് അവിടെ അവൻ ചെന്നത്. അവന് അപ്പോൾ എന്നോടും സംസാരിച്ചു, വളരെ ശാന്തമായി സംസാരിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, സംഭവിച്ചെന്താണെന്ന് അറിയാമോ? ഞങ്ങൾ പറഞ്ഞു പോകുന്നതിന് ശേഷം, സംസാരിച്ച് പോകുന്നതിന് ശേഷം കേവലം 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചു എന്നുള്ള അറിയിപ്പ് കിട്ടി. എന്താണ് കാരണം? ചീത്ത കൂട്ടുകെട്ട്, സ്വസ്ഥത നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. കുടുംബ സമാധാനം വേണം, ഹൃദയത്തിൽ സമാധാനം വേണം, ജീവിതത്തിൽ സമാധാനം വേണം, ജീവിതത്തിൽ സ്വസ്ഥത വേണം. വേണമോ? വേണം, നമുക്കെല്ലാം വേണം. എങ്കിൽ എന്ത് ചെയ്യണം? ഒരേ ഒരു പോംവഴി മാത്രം, സമാധാനത്തിൻ്റെ രാജാധിരാജൻ്റെ പാദപീഠത്തിലേക്ക് വന്ന് മുട്ടുമടക്കണം. യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ ഓടി അണയണം. യേശു നിങ്ങളെ സ്വീകരിപ്പാൻ തയ്യാറായി നിൽക്കുന്നു. കഴിഞ്ഞതെല്ലാം മറക്കാൻ തയ്യാറായി നിൽക്കുന്നു. മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയവനെ, നീ മടങ്ങി വരുന്നത് നോക്കി കർത്താവ് നിന്നെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നു. തെറ്റിലേക്ക് പോയവളെ നോക്കി കർത്താവ് തിരിച്ചു വരുവാൻ ആശയോടെ നോക്കി നിൽക്കുന്നു. ദൈവവൈതലേ, നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ പാളിച്ചകൾ മാറ്റി നിന്നെ രൂപാന്തരപ്പെടുത്താൻ മനസ്സുള്ളവനായി യേശുക്രിസ്തു ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നു. അവൻ വീണ്ടെടുക്കുന്നവനാണ്, അവൻ കോരിയെടുക്കുന്നവനാണ്. ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ചേറ്റിൽ നിന്നും നിങ്ങളെ കരയേറ്റുന്നവനാണ്. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ്. അവൻ നിങ്ങളുടെ അകൃത്യങ്ങൾ പൊറുക്കുന്നവനാണ്. അവൻ്റെ ജീവരക്തം നിങ്ങൾക്ക് വേണ്ടി ഊറ്റിയതാണ്. അവൻ്റെ തിരുരക്തം നിങ്ങൾക്ക് വേണ്ടി ഊറ്റിയത് കൊണ്ട് ഇന്ന് ഈ സമയം നിങ്ങൾ അവൻ്റെ പാദപീഠത്തിലേക്ക് വന്ന് മുട്ടുമടക്കൂ. അവനോട് പറയൂ, യേശുനാഥ, എന്നോട് മനസ്സലിയണമേ. നഷ്ടങ്ങൾ വളരെയാണ് സംഭവിച്ചു പോയത്. നഷ്ടം പലതും സംഭവിച്ചു പോയി. വിശ്വാസം നഷ്ടപ്പെട്ടു, വിശുദ്ധി നഷ്ടപ്പെട്ടു, സാക്ഷ്യം നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു. നഷ്ടത്തിൻ്റെ കണക്കും പേര് ഞാൻ വരികയാണ്. കർത്താവേ, എന്നോട് നീ മനസ്സലിയണമേ. എന്നെ നീ ലാഭത്തിലേക്ക് തിരിക്കണമേ. എൻ്റെ നഷ്ടങ്ങൾ നീ നികത്തണമേ. എൻ്റെ കേടുകൾ നീ പോക്കണമേ. എൻ്റെ തെറ്റുകൾ നീ ക്ഷമിക്കണമേ. എൻ്റെ പാപങ്ങൾ എന്നോട് പൊറുക്കണമേ. എൻ്റെ കർത്താവേ, നിന്നോട് പറഞ്ഞ വാക്കുകൾ ലംഘിച്ചു പോയ എൻ്റെ മഹാപാതകങ്ങൾ എൻ്റെ മേൽ കണക്കിടല്ലേ. തിരുരക്തത്താൽ ശുദ്ധീകരിക്കണമേ. എനിക്കൊരു പുതിയ വീണ്ടെടുപ്പ് നൽകണമേ. പുതിയ ജീവൻ നൽകണമേ. പുതിയ ചൈതന്യം നൽകണമേ. ജീവന്റെ ഉറവയിലേക്ക് എന്നെ അടുപ്പിക്കണമേ. എൻ്റെ കർത്താവേ, എന്നെ നിന്റെ തൃക്കരം വെച്ച് ആശീർവദിക്കണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിപ്പീൻ. ഹൃദയം സമർപ്പിക്കുവീൻ. ക്രിസ്തുവിനോട് വാക്ക് പറയുവീൻ. നാഥാ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും വാഴ്ത്തണമേ. വചനം കേട്ടവരുടെ മേൽ നിന്റെ പരിശുദ്ധാത്മശക്തി പകരണമേ. തിരുരക്തത്തിന്റെ അത്ഭുത ശക്തിയാൽ നിന്റെ മക്കളെ വീണ്ടെടുക്കണമേ. നഷ്ടങ്ങളെല്ലാം മാറി സത്യമായും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ശാന്തിയുടെയും പാതയിലേക്ക് തിരിയുവാൻ നിന്റെ മക്കൾക്ക് ഭാഗ്യം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമേൻ.